VM സുധീറിനെതിരെ നിലപാട് കടുപ്പിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആരോപണ വിധേയരായവരെ മാറ്റി നിർത്തണമെങ്കിൽ തന്നെയും മാറ്റി നിർത്തണമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിലേക്ക് മടങ്ങിയ ഉമ്മൻചാണ്ടിയെ ഹൈക്കമാൻഡ് തിരികെ വിളിപ്പിച്ചു. VM സുധീറിനും രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധിയെ ഇന്ന് കാണും എന്നാണ് സൂചന. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, ഇന്ന് ഈ നിമിഷം വരെ സംഭവിച്ച ഡെവലപ്മെന്റ്സ്. അരുൺ, ഇന്നും നാളെയും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന്റെയോ സ്ഥാനാർത്ഥി നിർണയത്തിന്റെയോ ഔദ്യോഗിക ചർച്ചകളൊന്നും AICC നിശ്ചയിച്ചിട്ടില്ല. പക്ഷെ കേരള നേതാക്കൾക്കിടയിൽ തർക്കം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ അനൗപചാരിക ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി AICCയിൽ കേരളത്തിന്റെ ചുമതല ജനറൽ സെക്രട്ടറി മുഗൾ വാസ്നിക്കിനെ വസതിയിലെത്തിക്കണ്ട് ഇപ്പോഴും ആ കൂടിക്കാഴ്ച തുടരുകയാണ്. ഇതിനിടയിൽ രമേശ് ചെന്നിത്തല AK ആന്റണിയുടെ പിന്തുണ തേടി അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയിട്ടുണ്ട്. VM സുധീരൻ കേരള ഹൗസിൽ തന്നെയാണ് ക്യാമ്പ് ചെയ്യുന്നത്. ഇന്ന് ഉമ്മൻചാണ്ടി കേരളത്തിലേക്ക് മടങ്ങേണ്ടിയിരുന്നതാണ്. പക്ഷേ ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹം ആ യാത്ര ക്യാൻസലാക്കി ഡൽഹിയിൽ തന്നെ തങ്ങുകയാണ്. 1-ാം തീയതിയാണ് ഇനി സ്ക്രീനിംഗ് കമ്മിറ്റി യോഗമുള്ളത്. നേരത്തെ 2 ദിവസം നിശ്ചയിച്ചിരുന്നു. പക്ഷെ തർക്കം കാരണം 1 ദിവസം കൂടി നീട്ടിയിരുന്നു. ഈ 1-ാം തീയതി സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് മുമ്പ് പ്രശ്നങ്ങളിൽ ഒരു ധാരണയിലെത്താൻ നേതാക്കൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷം അന്ന് വൈകുന്നേരം തന്നെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ഇവർക്ക് മുമ്പിൽ ഒരു പാനൽ അവതരിപ്പിക്കുക, എന്നിട്ട് തെരഞ്ഞെടുപ്പ് സമിതി തർക്ക വിഷയങ്ങളിൽ തീരുമാനമെടുത്ത് പ്രശ്നം തീർക്കുക എന്നതാണ് ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു അജണ്ട. തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുമ്പിൽ VM സുധീരനും രമേശ് ചെന്നിത്തലയും സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പിൽ VM സുധീരനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി നിലപാടുകൾ ഉറപ്പിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയും VM സുധീരനും തമ്മിലുള്ള തർക്കം ഇതിനിടയിൽ രൂക്ഷമായിട്ടുണ്ട്. മന്ത്രിമാരായ ആരോപണ വിധേയരായ മന്ത്രിമാർ K ബാബു, അടൂർ പ്രകാശ്, KC ജോസഫ് എന്നിവരെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനെ VM സുധീരൻ ശക്തമായി എതിർക്കുന്നു. ഇവിടങ്ങളിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകണം. കൂടാതെ ബെന്നി ബെഹനാൻ മത്സരിക്കുന്ന മണ്ഡലത്തിലും PT തോമസിന്റെ പേരാണ് VM സുധീരൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇവർക്ക് സീറ്റ് നൽകാതെ താൻ മത്സരിക്കില്ല എന്ന നിലപാടിലാണ് ഉമ്മൻചാണ്ടി ഉള്ളത്. അത് തന്നെയാണ് തർക്കം രൂക്ഷമാകുന്നത്. ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുല കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പല ഭാഗത്തായി നടക്കുന്നത്. അരുൺ. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന്. ന്യൂസ് റൂമിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി MR സജേഷ് കൂടി നിലവിൽ ചേരുന്നുണ്ട്. സജേഷ്, വലിയ സങ്കീർണമായ അവസ്ഥയിലേക്കാണ് ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയം നിലവിൽ പോകുന്നത്. കാരണം ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് കൂടിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോകുന്നത്. അഴിമതിക്കാരെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഒരു തരത്തിലേക്കും കടത്തിവിടാൻ അനുവദിക്കില്ല എന്ന് അന്തിമമായ തീരുമാനമെടുക്കുകയാണ്, നിഷ്കർഷിക്കുകയാണ് സുധീരൻ. പക്ഷേ ഒരു തരത്തിലും അതിനോട് യോജിക്കുന്നില്ല നിലവിൽ മുഖ്യമന്ത്രിയും. ഇവിടെ നടക്കുന്ന ഡെവലപ്മെന്റ്സ് എന്താണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ? അരുൺ, സുധീറിന്റെ നീക്കങ്ങളിൽ A ഗ്രൂപ്പ് കടുത്ത അസ്വസ്ഥരാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് A ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് കാര്യങ്ങൾ പോയാൽ സുധീറിന്റെ നീക്കങ്ങൾക്ക് ശക്തി ഉണ്ടാകും. സുധീറിന്റെ നീക്കങ്ങളായിരിക്കും വിജയിക്കുക എന്ന തോന്നൽ A ഗ്രൂപ്പിനകത്തുമുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെ ലക്ഷ്യമിട്ടാണ് സുധീരൻ നീക്കം നടത്തുന്നത്. അത് A ഗ്രൂപ്പിനെ ലക്ഷ്യമിട്ടാണ്. അത് തടയിടാൻ വേണ്ടിയാണ് ഉമ്മൻചാണ്ടി അങ്ങനെയെങ്കിൽ ഞാൻ കൂടി മത്സരിക്കുന്നില്ല എന്ന നിലപാടിലേക്ക് മാറുന്നത്. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് പോയാൽ നിലവിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഉള്ളതുപോലെ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയുള്ള വാദം ഉണ്ടാകില്ല. കേരളത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിയും VM സുധീരനും മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഉള്ളത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് മുമ്പിലേക്ക് കാര്യങ്ങൾ പോയാൽ ഹൈക്കമാൻഡിന് നേരത്തെ തന്നെ കേരളത്തിലെ കാര്യങ്ങൾ സുധീരൻ അറിയിച്ചിരുന്നു. അതനുസരിച്ച് കാര്യങ്ങൾ നീളും. നിലവിൽ 8 സീറ്റുകളുടെ കാര്യത്തിൽ കടുത്ത തർക്കമാണ് നിലനിൽക്കുന്നത്. 1-2 സീറ്റുകളുടെ കാര്യത്തിൽ സുധീരൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെങ്കിലും തൃക്കാക്കര, തൃപ്പൂണിത്തുറ, കോന്നി തുടങ്ങിയ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാട് സുധീരൻ സ്വീകരിച്ചിട്ടുണ്ട്. അടൂർ പ്രകാശ്, KC ജോസഫ്, ബെന്നി ബെഹനാൻ, K ബാബു എന്നിവരുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സുധീരൻ ഇതുവരെയുള്ള അനുരഞ്ജന ചർച്ചകളിൽ വഴങ്ങിയിട്ടില്ല. ഈ 4 പേരെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഈ ഗ്രൂപ്പ് നേതാക്കൾ തന്നെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന തരത്തിൽ കൂടിയാണ് സുധീരൻ്റെ നീക്കങ്ങൾ. ഈ K ബാബു മാറുന്നിടത്ത് N വേണുഗോപാലിൻ്റെ പേരാണ് സുധീരൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ശക്തനായ I ഗ്രൂപ്പ് നേതാവാണ്. അതോടൊപ്പം തന്നെ തൃക്കാക്കരയിൽ PT തോമസിൻ്റെ പേര് നിർദ്ദേശിക്കുന്നു. ആര്യാടൻ മുഹമ്മദിന് പകരം ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കണമെന്ന ഗ്രൂപ്പ് ധാരണയുണ്ടായിരുന്നു. അവിടെ VV പ്രകാശ് എന്ന A ഗ്രൂപ്പ് നേതാവിൻ്റെ പേര് തന്നെ സുധീരൻ നിർദ്ദേശിക്കുന്നു. ഇരിക്കൂരിൽ KC ജോസഫ് മാറണമെന്നത് സുധീറിൻ്റെ മാത്രം താല്പര്യമല്ല. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഹൈക്കമാൻഡിനെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. KC ജോസഫിൻ്റെ പേരിന് പകരം A ഗ്രൂപ്പ് നേതാവ് തന്നെയായിട്ടുള്ള സതീശൻ പാച്ചിനിയുടെ പേര് സുധീരൻ നിർദ്ദേശിക്കുന്നു. ഇത്തരത്തിൽ ഗ്രൂപ്പുകൾക്കുള്ളിൽ പോലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന തരത്തിലാണ് സുധീറിൻ്റെ നീക്കങ്ങൾ നടക്കുന്നത്. അതിൽ വലിയ തോതിൽ ഗ്രൂപ്പ് നേതാക്കൾ അസ്വസ്ഥരുമാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് മുമ്പിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ കാര്യങ്ങൾ
കാര്യങ്ങൾ അവസാനിക്കില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ മുമ്പിലേക്ക് കാര്യങ്ങൾ പോയാൽ സുധീരൻ പറയുന്നിടത്ത് കാര്യങ്ങൾ നിൽക്കും എന്ന തോന്നലും ഗ്രൂപ്പ് നേതാക്കൾക്കിടയിലുണ്ട്. അരുൺ, ഇവിടെ ഇരു ഗ്രൂപ്പിന്റെയും ചങ്കും കരളുമായ നേതാക്കളെ വെട്ടിമാറ്റാനാണ് സുധീരൻ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്. ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ പൂർണ്ണമായും അഴിമതിരഹിതമായ ഒരു പട്ടിക എന്നുള്ളതാണ്. അതല്ല എങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണോ സുധീരൻ ആരോപിക്കുന്നത് അത് അക്ഷന്തവ്യമായി തെളിയിക്കപ്പെടുകയുമല്ലേ? കാരണം ചരിത്രത്തിൽ ഏറ്റവും വലിയ അഴിമതിക്കാരായ സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നതുകൂടി. തീർച്ചയായും രണ്ട് തരത്തിലാണ് സുധീരൻ ഈ കാര്യങ്ങൾ ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, 4ലധികം തവണ മത്സരിച്ചവരെ മാറ്റി നിർത്തുക. 2, മണ്ഡലത്തിൽ സ്വീകാര്യരല്ലാത്തവരെ മാറ്റി നിർത്തുക. പാറശാലയിൽ AT ജോർജ്, KC ജോസഫ് ഇരിക്കൂരിൽ, ഈ രണ്ടുപേരുടെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും മണ്ഡലത്തിൽ സ്വീകാര്യരല്ല എന്ന നിലപാടാണ് സുധീരൻ എടുക്കുന്നത്. അതേസമയം കെ ബാബുവിൻ്റെയും ബെന്നി ബെഹനാൻ്റെയും ഉൾപ്പെടെയുള്ള കാര്യത്തിൽ, അടൂർ പ്രകാശിൻ്റെയും കാര്യത്തിൽ അഴിമതി ആരോപണം വളരെ ശക്തമായി നിലവിലുണ്ട്. അടൂർ പ്രകാശിൻ്റെ കാര്യത്തിൽ സുധീരൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും മുതിരില്ല എന്ന് തന്നെയാണ് സുധീരനോട് അടുപ്പമുള്ളവർ വ്യക്തമാക്കുന്നത്. ഈ തരത്തിൽ രണ്ട് തരത്തിലാണ് അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടവർ മാറി നിൽക്കുക, മണ്ഡലത്തിൽ സ്വീകാര്യരല്ലാത്തവർ മാറി നിൽക്കുക. ഈ രണ്ട് കാര്യങ്ങൾ സുധീരൻ ആവർത്തിച്ച് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടു. നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം കഴിയുന്നതിന് മുൻപ് ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകുന്നിടത്ത് വരെ കാര്യങ്ങളെത്തി. എ ഗ്രൂപ്പ് വളരെ വലിയ അസ്വസ്ഥത ഇക്കാര്യങ്ങളിലെല്ലാം പ്രകടിപ്പിക്കുന്നു. എന്നാൽ സുധീരൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും നിലവിൽ തയ്യാറല്ല. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ കാര്യങ്ങൾ തീരില്ല എന്നും ഉറപ്പായിട്ടുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അരുൺ, ഞങ്ങളുടെ പ്രതിനിധി MR സജേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് റൂമിൽ നിന്ന്. ഒപ്പം സന്തോഷ് അല്ലെങ്കിൽ ദില്ലിയിൽ നിന്ന്. ഇപ്പോൾ പിണറായി വിജയൻ കണ്ണൂരിൽ പര്യടനം നടത്തുന്നു. തത്സമയം CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, അദ്ദേഹം പിണറായിയിൽ സംസാരിക്കുന്നു. തത്സമയം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നതിൻ്റെ ഭാഗമായി നാടാകെ അതിൻ്റെ ഒരുക്കത്തിലാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ആദ്യഘട്ടം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന ഘട്ടമാണ്. അതിൻ്റെ മുന്നോടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് വിഭജന ചർച്ച വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ധർമ്മടം മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച CPIM തന്നെ മത്സരിക്കണമെന്നാണ് LDF തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ CPIM ഈ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഇത്തരമൊരു പരിപാടി ഈ വിധത്തിൽ നടത്താനിടയാകുന്നത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് എല്ലാ വോട്ടർമാരെയും കാണുകയും വോട്ടിന് നേരിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നതിന് എനിക്കുണ്ടാകാനിടയുള്ള പരിമിതി കൂടി വെച്ചുകൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ മറ്റ് ചുമതലകളുടെ ഭാഗമായി മണ്ഡലത്തിന് പുറത്ത് ഒട്ടേറെ സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തന ഘട്ടത്തിൽ മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കാൻ എനിക്ക് കഴിയാതെ വരും. അതുകൊണ്ടാണ് ഓരോ ബൂത്തിലുമുള്ള പ്രധാന പ്രവർത്തകരെ കാണുക,
അപ്പോൾ നിങ്ങൾ തന്നെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് വന്നു ചേരാനിടയുള്ള കുറവ് പരിഹരിക്കുന്നതിന് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതായത് വോട്ടർമാരെ ആകെ കണ്ട് പ്രവർത്തനം നടത്താനുള്ള ചുമതലയും ഇതിൻ്റെ ഭാഗമായുള്ള കുറവ് വരാതെ സൂക്ഷിക്കാനുള്ള കരുതലും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് ആദ്യമായും അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ നാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ മനസ്സ് രൂപപ്പെടുത്തി കഴിഞ്ഞൊരു ഘട്ടമാണിത്. അത് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഭരണം എല്ലാ അർത്ഥത്തിലും നാടിനെ തകർത്ത് കഴിഞ്ഞൊരു ഭരണമാണ്. ഓരോ മേഖലയും വലിയ തോതിൽ തകർന്നിരിക്കുക. തകരാത്ത ഒരു മേഖലയും കാണാൻ കഴിയില്ല. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രശസ്തമായ ചില മേഖലകളുണ്ട്. ഈ കേരളത്തിൽ നേരത്തെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ വന്ന് എങ്ങനെയാണ് ഈ വില കയറാതെ ഒരു സംസ്ഥാനത്ത് പിടിച്ചു നിർത്താൻ കഴിയുന്നത് എന്നത് പഠിക്കാൻ ഇങ്ങോട്ട് വന്നിരുന്നു. അത് വളരെ പഴക്കമില്ലാത്തത് കൊണ്ട് നമുക്ക് ഓർമ്മയുള്ളൊരു കാലമാണ്. 2006 മുതൽ 2011 വരെയുള്ള കാലം. എന്നാൽ 2011 ശേഷമുള്ള ഈ 5 വർഷം എടുത്ത് വലിയ തോതിൽ വില കയറുകയാണ്. ആ വിലക്കയറ്റത്തിൻ്റെ കെടുതി വലിയ തോതിൽ അനുഭവിക്കുന്നവരാണ് നമ്മുടെ വീട്ടമ്മമാർ. കാരണം ഒരു തരത്തിലും കുടുംബ ബജറ്റ് ഒത്തുപോകുന്നില്ല എന്നതാണ് അവസ്ഥ. ഇത് ഇവിടെ ഉണ്ടായിരുന്ന പൊതുവിതരണ രംഗം തകർത്തതിൻ്റെ ഫലമായി സംഭവിച്ചതാണ്. പൊതുവിതരണ രംഗം ശക്തിപ്പെട്ടാൽ മാത്രമേ വില പിടിച്ചു നിർത്താനാവും. നമ്മുടെ നാട്ടിൽ ബോധപൂർവമാണ് പൊതുവിതരണ രംഗം തകർത്ത് കളഞ്ഞത്. ഇത് ബാധിക്കാത്ത ഒരു വിഭാഗവും കേരളത്തിലില്ല. എല്ലാ വിഭാഗത്തെയും ബാധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ടവരും ഇടത്തരക്കാരുമായ കുടുംബങ്ങളെ നല്ല തോതിൽ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ സാധാരണ മട്ടിൽ കുടുംബജീവിതം നയിച്ചു പോകണമെന്നാഗ്രഹിക്കുന്നവരെല്ലാം ഈ ഗവൺമെൻറ് ഇത്തരം ഒരു കൊള്ളരുതായ്മ കാണിച്ചു എന്നതുകൊണ്ട് തന്നെ ആ ഗവൺമെൻറ്റിനെതിരെ വലിയ തോതിൽ ചിന്തിക്കുന്നു എന്താണ് വസ്തുത. ഇതുമാത്രമല്ല, എല്ലാ കാര്യങ്ങളിലേക്കും പോകാൻ എനിക്ക് സമയമില്ല. മറ്റ് സ്ഥലങ്ങളിലും എത്തിപ്പെടേണ്ടതുകൊണ്ട് ഇതിൻ്റെ മറ്റ് വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഒട്ടനേകം മേഖലകൾ തകർന്നിരിക്കുക. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗം ഏറ്റവും നല്ല നിലയിൽ അഭിവൃദ്ധി പ്രാപിച്ച ഒരു രംഗമാണ്. എന്നാൽ ഇപ്പോൾ ആ രംഗവും വലിയ തോതിലുള്ള
പ്രയാസമാണ് അനുഭവിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇന്നുള്ള വിദ്യാഭ്യാസ രീതി തുറന്നു പോവുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ വലിയ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട അവസ്ഥ. പൊതുവിദ്യാലയങ്ങൾ തകർത്താൽ ഇതാണ് സംഭവിക്കുക. ഇപ്പോൾ പൊതുവിദ്യാലയങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് ചില സ്വകാര്യ വിദ്യാലയങ്ങളിൽ ഫീസ് വലിയ തോതിൽ വർദ്ധിക്കാത്തത്. ഇപ്പം നമ്മുടെ ചില പ്രദേശങ്ങളിലുള്ള നഴ്സറി സ്കൂളിൽ പ്രവേശനം ലഭിക്കാൻ 5 ലക്ഷം വരെ വാങ്ങുന്നവരുണ്ട്. അതാണ് ഈ സ്വകാര്യ മേഖലയുടെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മുടെ സാധാരണ ഒരു തൊഴിലാളിയുടെ കുടുംബത്തിൽ നിന്നും ചിലപ്പോൾ ചില പൊതുവിദ്യാലയങ്ങൾ മാറി സ്വകാര്യ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടാകും. അതിന് കാരണം ഈ പൊതുവിദ്യാലയം ഉള്ളതുകൊണ്ടാണ്. കാരണം ആ വിദ്യാലയത്തിൽ കുട്ടികളെ അയക്കാം. ഇതില്ലാതായ സംസ്ഥാനങ്ങളുണ്ട്, പൊതുവിദ്യാലയമേ ഇല്ല. അവിടങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാനാവുന്നില്ല. കാരണം പല കുടുംബങ്ങളിലെയും കുട്ടികളെ അയക്കാൻ പറ്റില്ല, ആ ഫീസ് താങ്ങാനാവില്ല. അപ്പം നമ്മുടെ നാടിനുണ്ടായ പ്രത്യേകത, ദേശീയ പുരസ്കാരം നേടിയതിനു ശേഷം എം ജയചന്ദ്രൻ അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ഈ സോങ് സിറ്റുവേഷൻസ് എനിക്ക് വിസ്തരിക്കുന്നത് രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ്. വിമലാണ് അതിനെക്കുറിച്ച് വിസ്തരിക്കുന്നത്. അതിനെ സെക്കൻഡ് ചെയ്ത് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഇങ്ങനത്തെ പാട്ടൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് പൃഥ്വിരാജ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ സൂപ്പർ സ്റ്റാർ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു എന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒന്നാമത് രാജുവിനെ എനിക്ക് കുറച്ച് കൊച്ചിലെ മുതൽ അറിയാം. ഇത് ഈ പറഞ്ഞ പോലെ എൻ്റെ അനിയനെ പോലെ കാണുന്ന ഒരാളാണ്. അപ്പോൾ രാജു പറഞ്ഞ കാര്യങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിരുന്നത്, വളരെ ഒരു സംഗീത സംവിധായകൻ ആഗ്രഹിക്കുന്ന പല ഡീറ്റെയിൽസും രാജുവിൻ്റെ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ടും കൂടിയാണ് ഈ പാട്ട് നന്നാവാൻ കാരണം. അപ്പോൾ എനിക്ക് ഈ അവാർഡ് കിട്ടുമ്പോൾ രാജു എനിക്ക് പറഞ്ഞു തന്ന, രാജു എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ വളരെ സന്തോഷമാണുള്ളത്. രാജുവിനോട് അതിന് നന്ദിയുമുണ്ട് എനിക്ക്. എന്തെങ്കിലും ചോദ്യങ്ങൾ അവസാനിപ്പിക്കാം. കുറച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സന്തോഷം എനിക്കുണ്ട് ഈ സമയത്ത്. ആദ്യമായി എടുത്തു പറയേണ്ടത് കാംബോജി എന്ന് പറഞ്ഞ സിനിമയാണ്. കരയിലേക്കൊരു കടൽ ദൂരം എന്നുള്ള സിനിമയ്ക്ക് ശേഷം ഞാനും വിനോദ് മങ്കരയും ഒന്നിക്കുന്ന സിനിമയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ONV സാറിൻ്റെ ഹംസഗാനമാണ് അതിലെ പാട്ടുകൾ എന്നുള്ളതാണ്. 3 പാട്ടുകൾ ONV സാർ എഴുതിയിട്ടുണ്ട്. ഒരു പാട്ട് വിനോദ് ജിയനാണ് എഴുതുന്നത്. ഈ പാട്ടുകൾ പാടാനായിട്ട് യേശുദാസ് സാർ വന്നിരുന്നു, അദ്ദേഹം പാടി. അതുപോലെ ചിത്ര ചേച്ചി വന്നിരുന്നു. കുറച്ച് ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ചിത്ര ചേച്ചിയുടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ ഗാനങ്ങളൊക്കെ മനോഹരങ്ങളായി തീരും ഇതുപോലെ എനിക്ക് വേറൊരു അവസരത്തിൽ നിങ്ങളുമായിട്ട് സംവദിക്കേണ്ട രീതിയിൽ ആ ഗാനങ്ങൾ വളർന്നു വരും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു അത്യാഗ്രഹമായിട്ട് വിചാരിക്കേണ്ട, അതൊരു ചെറിയ സെൽഫിഷ്നെസ് ആണെന്ന് കൂടെ വെച്ചോളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ശ്രീ രാജീവ് നാഥുമായിട്ട് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. അതിൽ കാവാലം നാരായണ പണിക്കർ സാർ ആണ് പാട്ടുകൾ എഴുതുന്നത്. അതിൽ 2 പാട്ടുകളുണ്ട്. പിന്നെ അങ്ങനെ തന്നെ നേതാവേ, 5 പിന്നാലെ എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ട്. അത് അജിത് പൂജപ്പുര എന്ന് പറഞ്ഞ പുതിയൊരു ഡയറക്ടറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. നവൽ ദ ജുവൽ എന്ന് പറഞ്ഞ് ഇറാനിൽ ഷൂട്ട് ചെയ്യുന്ന രഞ്ജിത്ത് ലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രമുണ്ട്. അതിൽ ശ്വേതാ മേനോൻ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ജിബു ജേക്കബ് വെള്ളി മൂങ്ങയ്ക്ക് ശേഷം ചെയ്യുന്ന മോഹൻലാൽ ചിത്രമുണ്ട്. അതിൽ 2 പാട്ട് ഞാനും 2 പാട്ട് ബിജി ബാലുവാണ് മ്യൂസിക് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ. എൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് ഒരു ഇൻഡോ അറബ് ഒരു കോൺഫ്ലുവൻസ്, ഒരു മ്യൂസിക് ചെയ്യണം എന്നുള്ളത്. അതൊരു വളരെ വലിയ രീതിയിലായതുകൊണ്ട് അത്തരത്തിൽ
അത്തരത്തിലൊരു ഫിനാൻഷ്യൽ ബാക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പോൾ യാനി അറ്റ് അക്രോപോളിസ് എന്നൊക്കെ പറയുന്ന പോലെ അത്രയും മാമത്തായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വർക്കല ശിവപ്രസാദ് വധവുമായി ബന്ധപ്പെട്ട് കോടതി വിധി 7 പേർ കുറ്റക്കാർ, 6 പേരെ വെറുതെ വിട്ടു. ഞങ്ങളുടെ പ്രതിനിധി എസ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, എപ്പോഴാണ് വിധി ഉണ്ടാവുക? അരുൺ, ഉച്ചയ്ക്ക് ശേഷമാകും ഈ കേസിൽ വിധി ഉണ്ടാവുക. 2009 സെപ്റ്റംബർ 23 വർക്കലയിലെ ഈ ശിവപ്രസാദ് എന്ന വ്യാപാരി കൊല്ലപ്പെടുന്നത്. ഇതിൽ 16 പ്രതികളായിരുന്നു കേസിൽ ആകെ ഉണ്ടായിരുന്നത്. 14 പേർ വിചാരണ നേരിട്ടു. പ്രതികൾ എല്ലാവരും തന്നെ DHRM പ്രവർത്തകരായിരുന്നു. ഇതിൽ 7 പേരാണ് ഇപ്പോൾ കുറ്റക്കാരാണ് എന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 2 കണ്ടെത്തിയിരിക്കുന്നത്. 1-ാം പ്രതി ദാസ്, 3-ാം പ്രതിയായിട്ടുള്ള ജയൻ, 4-ാം പ്രതി മധു, 5-ാം പ്രതി സുനിൽ, 7-ാം പ്രതി സുധി, 10-ാം പ്രതി സുനിൽ, 16-ാം പ്രതി സെൽവരാജ് എന്നിവരെയാണ് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ അസ്വസ്ഥത വളർത്തൽ എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത് എന്ന് കോടതി വ്യക്തമാക്കുന്നു. ഇതിൽ 6 പേരെ 2-ാം പ്രതിയായിട്ടുള്ള അശോകൻ, 8-ാം പ്രതിയായിട്ടുള്ള സുരേഷ്, 9-ാം പ്രതി സുഭാഷ്, 12-ാം പ്രതി ചന്ദ്രശേഖരൻ, 13-ാം പ്രതി ബിജു, 14-ാം പ്രതി പ്രഫുല്ലകുമാർ എന്നിവരെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിട്ടുണ്ട്. ഏതായാലും ഈ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിട്ടുള്ള 7 പേർക്കുള്ള വിധി പ്രസ്താവം, ഇവർക്കെതിരെയുള്ള വിധി പ്രസ്താവം വരിക ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും. 7 പേരെയാണ് ഈ കേസിൽ ഇപ്പോൾ ഏതായാലും കുറ്റക്കാരാണ് എന്ന് കോടതി 7 പേരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥി നിർണയം നടത്താനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ദില്ലിയിൽ ആരംഭിച്ചതിന് പിന്നാലെ കേരളത്തിൽ നിന്നും 100 കണക്കിന് സ്ഥാനാർത്ഥി മോഹികളാണ് ദില്ലിയിൽ എത്തിയിരിക്കുന്നത്. മുതിർന്ന നേതാക്കളെ കണ്ട് സീറ്റ് ഉറപ്പിക്കുന്നതിനായി സ്വന്തം മണ്ഡലത്തിലെ വിജയസാധ്യതാ രേഖകളുമായാണ് നേതാക്കളുടെ വരവ്. കഴിയുമെങ്കിൽ രാഹുൽ ഗാന്ധിയും സോണിയയും നേരിട്ട് കണ്ടിട്ടെങ്കിലും KPCC ലിസ്റ്റിൽ കടന്നുകൂടുക എന്നതാണ് ലക്ഷ്യം. നേതാക്കൾ എത്തിയതോടെ ദില്ലിയിൽ ഹോട്ടലുകളിൽ റൂം കിട്ടാനില്ലാതായി. മുഴുവൻ ഇപ്പോൾ പ്രതീക്ഷയുടെ ഗദർദാരികളാണ്. കേന്ദ്ര നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് ശേഷമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായി പട്ടികയിൽ ഇടം നേടാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥി മോഹികൾ. സ്വന്തം കീശയിൽ നിന്ന് കാശുമുടക്കി ഫ്ലൈറ്റിലെത്തി ഉമ്മൻചാണ്ടിയെയും സുധീറിനെയും ചെന്നിത്തലയും മാറി മാറി കയറിയിറങ്ങി കാണുകയാണ് നേതാക്കൾ. കളിക്കല്ലേ, നാളത്തെ നിയമസഭാ സാമാജികരാണേ. അതിന് നേതൃത്വത്തിന് നൽകാൻ ഒരു ഉപദേശവും റെഡി. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ നിശ്ചയമായും കേരളത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാകും. കേരളത്തിലെ കോൺഗ്രസ് സംഘത്തിലുള്ള യുവാക്കൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയമാണ്. കൂട്ടത്തിൽ കേരള ഹൗസിലെ VM സുധീറിന്റെ മുറിക്ക് മുന്നിലാണ് ഏറ്റവും വലിയ ക്യൂ. അധ്യക്ഷന്റെ വാക്കിൽ പ്രതീക്ഷ കൂട്ടി മറ്റു നേതാക്കളുടെ അടുത്തേക്ക്. അല്ല നേതാവേ, പ്രസിഡന്റ് എന്തു പറഞ്ഞു? സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർണ്ണമായിട്ടും തയ്യാറായി കഴിഞ്ഞിട്ടില്ല. അതിൽ പല സ്ഥാനാർത്ഥികളുണ്ട്. അവർ കമ്മിറ്റി ഇരുന്ന ശേഷം ഇത് പരിശോധിച്ച് ഏറ്റവും വിജയസാധ്യതയുള്ള ആളുകൾക്ക് സീറ്റ് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓരോ മണ്ഡലങ്ങളിലും സ്വന്തം വിജയസാധ്യത നിർണ്ണയിക്കുന്ന രേഖകളുമായാണ് കൂടിക്കാഴ്ച. കഴിയുമെങ്കിൽ രാഹുൽ ഗാന്ധിയെയും സോണിയയും ഒന്ന് നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. 140 മണ്ഡലങ്ങളിലെ 82 സീറ്റിലേക്കായി 200-ൽ പരം നേതാക്കളാണ് ഒരേ സ്വപ്നവുമായി പരക്കം പായുന്നത്. ചർച്ച ചെയ്താലും കുളമാകും, ചർച്ച ചെയ്തില്ലെങ്കിൽ അതിനേക്കാൾ പ്രശ്നമെന്ന അവസ്ഥ. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം തർക്കത്തിലേക്ക്. PJ ജോസഫ് വിഭാഗത്തിന് 3 സിറ്റിംഗ് സീറ്റുകൾ മാത്രം നൽകിയാൽ മതിയെന്നാണ് മാണി വിഭാഗത്തിൽ ധാരണ. തിരുവല്ല സീറ്റിന് വേണ്ടി മാണി വിഭാഗത്തിലെ ജോസഫും പുതുശ്ശേരിയും വിക്ടർ ടി തോമസും നടത്തുന്ന നീക്കങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. എത്ര സീറ്റുകളിൽ മത്സരിക്കുമെന്ന് അന്തിമ തീരുമാനമായിട്ടില്ലെങ്കിലും കേരള കോൺഗ്രസ് എമ്മിൽ സ്ഥാനാർത്ഥി നിർണയം തർക്കത്തിലേക്ക് നീങ്ങുകയാണ്. നിലവിൽ ധാരണയായിട്ടുള്ള 15 സീറ്റുകളിൽ സിറ്റിംഗ് സീറ്റുകളായ കോതമംഗലം, കടുത്തുരുത്തി, തൊടുപുഴ സീറ്റുകൾ മാത്രം ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകിയാൽ മതിയെന്നാണ് മാണി ഗ്രൂപ്പിലെ പ്രധാന നേതാക്കൾക്കിടയിലെ ധാരണ. ഒരു വിഭാഗം നേതാക്കൾ ജോസഫ് ഗ്രൂപ്പ് വിട്ട സാഹചര്യത്തിൽ കൂടുതൽ സീറ്റ് നൽകേണ്ടെന്നാണ് വാദം. ജോസഫ് വിഭാഗം മത്സരിച്ച കുട്ടനാട് മണ്ഡലത്തിൽ ഉറ്റ അനുയായിയായ ജേക്കബ് എബ്രഹാമിന് സീറ്റ് നൽകണമെന്ന് PJ ജോസഫിന് താൽപ്പര്യമുണ്ട്. എന്നാൽ പാർട്ടി ജില്ലാ സെക്രട്ടറി ജോസ് കോയിപ്പള്ളിക്ക് സീറ്റ് നൽകാനാണ് മാണി വിഭാഗത്തിലെ ആലോചന. തിരുവല്ല സീറ്റിനു വേണ്ടി മാണി വിഭാഗത്തിൽപ്പെട്ട ജോസഫും പുതുശ്ശേരിയും പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിക്ടർ ടി തോമസും ശക്തമായ ചരടുവലികൾ നടത്തുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വർഗീസ് മാമനും തിരുവല്ലയ്ക്കായി സജീവമായി രംഗത്തുണ്ട്.
ചങ്ങനാശ്ശേരിയിൽ മുതിർന്ന നേതാവും നിലവിലെ MLA-യുമായ CF തോമസിനെ മാറ്റി യൂത്ത് ഫ്രണ്ട് നേതാവ് ജോബ് മൈക്കിളിനെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളും തർക്കത്തിലാണ്. ഏറ്റുമാനൂരിൽ തോമസ് ചാഴിക്കാടന്റെ പേരിന് മുൻതൂക്കമുണ്ടെങ്കിലും യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ലൂക്കോസ് ശക്തമായ അവകാശവാദവുമായി രംഗത്തുണ്ട്. പൂഞ്ഞാറിൽ യൂത്ത് ഫ്രണ്ട് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ അധ്യക്ഷ നിർമ്മല ജിമ്മിയും സീറ്റിനു വേണ്ടി നീക്കം നടത്തുന്നു. ചുരുക്കത്തിൽ കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചകളിൽ തീർപ്പുണ്ടായാലും കേരള കോൺഗ്രസ് എമ്മിലെ സ്ഥാനാർത്ഥി നിർണയം വൈകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.